ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 6 വസന്ത് പാഠ്യപുസ്തകത്തിലെ അക്ഷരോं का महत्व എന്ന അധ്യായമാണ് വായിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസറും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അക്ഷരോं का महत्व, അക്ഷരങ്ങളുടെ മഹത്വം, അക്ഷരങ്ങളുടെ ഇമ്പോർട്ടൻസ് അല്ലേ. അക്ഷരോं की कहानी, അക്ഷരോं की कहानी അക്ഷരങ്ങളുടെ കഥ അല്ലേ. അക്ഷരങ്ങളെ പറ്റിയുള്ള കഥയാണിത്. ഈ പുസ്തകം അക്ഷരോं से बनी है. ഈ പുസ്തകം തന്നെ അക്ഷരങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. സാരി പുസ്തകയും അക്ഷരോं से बनी है. तरह तरह की പുസ്തകയും तरह तरह के അക്ഷർ, അങ്ങനെ വിവിധ തരത്തിലുള്ള പുസ്തകങ്ങളും വിവിധ തരത്തിലുള്ള അക്ഷരങ്ങളും അല്ലേ. दुनिया में अब तक करोड़ों पुस्तकें छप चुकी हैं, हज़ारों पुस्तकें रोज़ छपती हैं. तरह तरह के अक्षरों में हज़ारों की तादाद में रोज़ ही समाचार पत्र छपते हैं. അതായത് ലോകത്തിൽ കറോടും പുസ്തകം, അതായത് കോടിക്കണക്കിന് പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഹസാറവും പുസ്തകയും റോസ് ഛപ്തി हैं, ആയിരക്കണക്കിന് പുസ്തകങ്ങൾ അച്ചടിക്കപ്പെടുന്നു അല്ലേ. तरह तरह के अक्षरों में हज़ारों की तादाद में, ആയിരക്കണക്കിന് എണ്ണത്തിലാണ് റോസ് ഹി സമാചാർ പത്ര, എന്നും ന്യൂസ് പേപ്പർ അല്ലേ ഛപ്തേ रहते हैं. इन सब के मूल में है अक्षर, അതിന് മെയിനാണ് അക്ഷരം, ഇതിനെല്ലാത്തിനും മെയിനാണ് അക്ഷരങ്ങൾ. हम कल्पना भी नहीं कर सकते कि यदि आदमी अक्षरों को न जानता तो आज इस दुनिया का क्या हाल होता. ആലോചിക്കാൻ പോലും പറ്റത്തില്ല അല്ലേ, ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല. കൽപ്പന भी नहीं कर सकते, ഈ അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ലോകം. तो आज इस दुनिया का क्या हाल होता അല്ലേ, എങ്ങനെയായിരിക്കും അതൊന്ന് ആലോചിച്ച് നോക്കി. അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നത്, എങ്ങനെയായിരിക്കും ആ സ്ഥിതി. कोई कह सकता है कि हम अक्षरों को अनादिकाल से जानते हैं, अक्षरों का ज्ञान हमें किसी ईश्वर से मिला है. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അനാദികാൽ, എത്ര വർഷം കൊണ്ടാണ് ഞങ്ങൾ ഈ, അതായത് എത്ര പഴക്കമുണ്ട് ഈ അക്ഷരങ്ങൾക്ക് അല്ലേ. അക്ഷരോं का अनादिकाल से जानते हैं, അക്ഷരങ്ങളെ ഞങ്ങൾ പണ്ട് തൊട്ടേ ഞങ്ങൾക്ക് അറിയാം, അങ്ങനെ പറയാൻ പറ്റുമോ. അതോ അക്ഷരോं का ज्ञान हमें किसी ईश्वर से मिला, അതോ ദൈവത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് അതും പറയാൻ പറ്റുമോ. पुराने ज़माने के लोग सचमुच ही सोचते थे कि अक्षरों की खोज ईश्वर ने की है. പണ്ട് കാലത്തെ ആൾക്കാർ ശരിക്കും വിചാരിച്ചിരുന്നത് ഈശ്വരൻ തന്നെയാണ് അക്ഷരങ്ങൾ ഉണ്ടാക്കിയത്. पर आज हम जानते हैं कि अक्षरों की खोज किसी ईश्वर ने नहीं बल्कि स्वयं आदमी ने की. ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാം അല്ലേ, മനുഷ്യരാണ് അത് കണ്ടുപിടിച്ചത്. അതിൻ്റെ ആവിഷ്കാരം, അതിൻ്റെ ഖോജ്, അതായത് അത് കണ്ടുപിടിച്ചത് മനുഷ്യർ തന്നെയാണ്. बल्कि स्वयं आदमी ने की. अब तो हम यह भी जानते हैं कि किन अक्षरों की खोज किस देश में किस समय हुई. ഇപ്പോൾ ഞങ്ങൾക്ക് അതും അറിയാം, അക്ഷരങ്ങൾ എവിടെ, ഏത് ദേശത്തിൽ നിന്നും ഏത് സമയത്ത് ആണ് ഉദ്ഭവിച്ചത് അക്ഷരങ്ങൾ അല്ലേ. ചില അക്ഷരങ്ങൾ ചില ദേശത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്, പിന്നെ സ്ഥലവും പിന്നെ സമയവും, ഏത് സമയത്താണ് ആ അക്ഷരങ്ങൾ ഉത്ഭവിച്ചതെന്നും ഞങ്ങൾക്ക് ഇപ്പോൾ അറിവുണ്ട്. हमारी ये धरती लगभग 5 अरब साल पुरानी है. 2-3 अरब साल तक इस धरती पर किसी प्रकार के जीव जंतु नहीं थे. അറബ് സാൽ എന്ന് പറഞ്ഞാൽ അതായത് 100 കറോഡ്, അതായത് 100 കോടി വർഷം പഴക്കമുണ്ട് ഈ ഭൂമി അല്ലേ, ധർത്തി. 2-3 അറബ് സാൽ തക് ഇസ് ധർത്തി पर किसी प्रकार के जीव जंतु नहीं थे. ജീവജാലങ്ങളൊന്നും ഇല്ലായിരുന്നു. 2-3 കോടി, അതായത് 100 കോടിയാണ് അറബ് എന്ന് പറയുന്നത്, അത് 100 കോടി അറബ് സാൽ തക് ഇസ് ധർത്തി पर किसी प्रकार के जीव जंतु, അത് ജീവജാലങ്ങളൊന്നും ഇല്ലായിരുന്നു. फिर करोड़ों साल तक केवल जानवरों और वनस्पतियों का ही इस धरती पर राज्य रहा. പിന്നെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആനിമൽസും പിന്നെ വനസ്പതി, അതായത് വൃക്ഷലതാദികളൊക്കെ വന്നിട്ട് അതിൻ്റെ ആയിരുന്നു ഭരണം ഭൂമിയിൽ. आदमी ने इस धरती पर कोई 5 लाख साल पहले जन्म लिया. धीरे धीरे उसका विकास हुआ. മനുഷ്യർ ഏകദേശം ഒരു 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഭൂമിയിൽ ജന്മമെടുത്തത്. ധീരെ ധീരെ ഉസ്ക വികാസ് ഹുവ, അങ്ങനെ പതുക്കെ പതുക്കെ മനുഷ്യരുടെ വികസനമായി. कोई 10,000 साल पहले आदमी ने गाँवों को बसाना शुरू किया. वह खेती करने लगा. वह पत्थरों के औजारों का इस्तेमाल करता था. फिर उसने तांबे और कांसे के भी औजार बनाए. അപ്പോൾ ഒരു 10,000 സാൽ, അതായത് 10,000 വർഷം മുമ്പാണ് മനുഷ്യർ ഗ്രാമമൊക്കെ ഉണ്ടാക്കിയത്, അതായത് ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങി. ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ അവർ
താമസം തുടങ്ങി. വഹ് ഖേത്തി കർനെ ലഗ, അങ്ങനെ കൃഷി ചെയ്തു തുടങ്ങി. വഹ് പത്ഥറോं के औजारों का इस्तेमाल करता था. പത്ഥർ, കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ, ഔസാർ എന്ന് പറഞ്ഞാൽ ആയുധങ്ങളാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇസ്തേമാൽ കർന, ഉപയോഗിക്കൽ. ഫിർ ഉസ്നെ താംബെ ഓർ കാംസെ കെ ബി ഔസാർ ബനായെ. താംബെ അതായത് പിച്ചളയുടെയും പിച്ചള അതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ ആയുധം, മെറ്റൽസിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് തുടങ്ങി. प्रागैतिहासिक मानव ने सबसे पहले चित्रों के ज़रिए अपने भाव व्यक्त किए. പ്രഗൈതിഹാസിക് എന്ന് പറഞ്ഞാൽ പഴയ, അതിന് ഇതിഹാസം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലമാണ് പ്രഗൈതിഹാസിക് മാനവ്. അപ്പോൾ മാനവനെ സബ്സെ പഹലെ ചിത്രോं के ज़रिए अपने भाव व्यक्त किए. അപ്പോൾ ആദ്യമൊക്കെ മനുഷ്യർ അവരുടെ ഭാവം, അതായത് അവരുടെ വിഷമം, അവരുടെ ജീവിത രീതിയിൽ ഉണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ അല്ലേ, അതൊക്കെ അവർ ഇങ്ങനെ ചിത്രങ്ങൾ വഴിയാണ് അവർ വരച്ച് വെക്കാറുണ്ടായിരുന്നത്. ജैसे പശുവും പക്ഷിയും ആദ്മിയും ആദിക്കെ ചിത്ര, പശുക്കളുടെ, അവരുടെ ആ ഗ്രാമത്തിനുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും എല്ലാ പ്രവൃത്തികളും എല്ലാം ഞങ്ങൾക്ക് ആ ചിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ജैसे പശുവും പക്ഷിയും, പശുക്കളുടെ, പക്ഷികളുടെ, മനുഷ്യരുടെയും എല്ലാവരുടെയും ചിത്രങ്ങൾ. ഇൻ ചിത്ര സങ്കേതവും സെ ബാദ് മേ ഭാവ് സങ്കേത് അസ്തിത്വമേ. അപ്പോൾ ഈ ചിത്രങ്ങൾ വരച്ചതിന് ശേഷമാണ് പിന്നെ ഭാവ് സങ്കേത്, അതായത് അതിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഭാവ് സങ്കേത്. ഭാവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് മനുഷ്യരുടെ ഭാവം, അതായത് ഒരാളുടെ എന്തെങ്കിലും ഉണ്ടാകുന്നത് അത് പ്രകടിപ്പിക്കുന്നത് ഭാവത്തിലൂടെയാണ് അല്ലേ. അപ്പോൾ പിന്നെ ഭാവ് സങ്കേത് അസ്തിത്വമേ ആയേ. जैसे एक छोटे वृत्त के चहुओं और किरणों की द्योतक रेखाएं खींचने पर वो सूर्य का चित्र बन जाता था. ഞങ്ങൾ സൂര്യനെ വരയ്ക്കാറില്ലേ, റൗണ്ട് വരച്ചിട്ട് പിന്നെ ഇങ്ങനെ കിരണങ്ങൾ വരുന്ന പോലെ ലൈൻസ് വരക്കത്തില്ലേ, അതുപോലെയൊക്കെ ആയിരുന്നു സൂര്യനെ വരച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നും അത് സൂര്യനാണെന്ന് മനസ്സിലാക്കാം. പിന്നെ കാ ചിത്ര ബൻ ജാതാ താ. ബാദ് മേ യഹി ചിത്ര താപ് യാ ധൂപ് കാ ദ്യോതക് ബൻ ഗയാ. അത് തന്നെ എന്താണ് എടുത്ത് കാണിച്ചിരുന്നത്, ദ്യോതക് എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്യുക, അത് എടുത്ത് കാണിക്കുക അല്ലേ. എന്തായിരുന്നു എടുത്ത് കാണിച്ചത്, അത് താപ് യാ ധൂപ്, അതായത് ചൂടിൻ്റെ പ്രതീകമായിട്ട് മാറി അല്ലേ സൂര്യൻ വരയ്ക്കുന്നത് ആ ചിത്രം. അപ്പോൾ ഇസ്തര അനേക് ഭാവ് സങ്കേത് അസ്തിത്വമേ ആയി. അപ്പോൾ ഒരു ഭാവമാണ്, അതായത് അവിടെ ചൂടിന് പ്രതീകമായിട്ടാണ് സൂര്യനെ വരയ്ക്കുന്നത്, അതൊരു ഭാവമായി അല്ലേ. ഭാവ് സങ്കേത് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നലാണ് അല്ലേ. ഭാവ് സങ്കേത് അസ്തിത്വമേ ആയ, അത് ഉടലെടുത്തു എന്നാണ്. അത് അസ്തിത്വം എന്ന് പറഞ്ഞാൽ ജന്മം നൽകി ഉടലെടുത്തു എന്നാണ്. പിന്നെ തബ് ജാക്കർ കാഫി ബാദ് മേ ആദ്മിനെ അക്ഷരോं की खोज की. അതിന് ശേഷമാണ് പിന്നെ അക്ഷരങ്ങളുടെ ഉത്ഭവം. അക്ഷരോं की खोज की, പിന്നെയാണ് അക്ഷരങ്ങൾ കണ്ടുപിടിച്ച് തുടങ്ങിയത്. ആദ്യം ചിത്രസങ്കേത്, പിന്നെ ഭാവസങ്കേത്, പിന്നെയാണ് അക്ഷരങ്ങളുടെ ഉത്ഭവം. അക്ഷരോं की खोज के सिलसिले को शुरू हुए मुश्किल से 6000 साल हुए हैं. അതായത് 6000 വർഷങ്ങളെ ആയിട്ടുള്ളൂ. 6000 साल, केवल 6000 साल അത്രേ ആയിട്ടുള്ളൂ. അക്ഷരോं की खोज के साथ एक नए युग की शुरुआत हुई. അങ്ങനെ ഒരു പുതിയ യുഗം ഉടലെടുത്തു. അക്ഷരോं की खोज के साथ പുതിയൊരു യുഗം ജനിച്ചു എന്ന് പറയാം. ആദ്മി അപ്നെ വിചാർ और अपने हिसाब किताब को लेकर रखने लगा. അങ്ങനെ അറിവ് വന്നു അവർക്ക് അല്ലേ. അക്ഷരങ്ങൾ കൊണ്ട് അവർക്ക് പിന്നെ കണക്കൊക്കെ അവർ വെക്കാൻ തുടങ്ങി, ഹിസാബ് കിതാബ് എഴുതാൻ തുടങ്ങി. തബ്സെ മാനവ്ക്കോ സഭ്യ കഹാ ജാനെ ലഗ. സഭ്യ എന്ന് പറഞ്ഞാൽ നല്ല കൾച്ചറുള്ള അല്ലേ, സഭ്യ. ആദ്മിനെ സബ്സെ ജബ്സെ ലിഖ്ന ശുരു കിയ തബ്സെ ഇതിഹാസ് ആരംഭ ഹുവ. പിന്നീടാണ് ഇതിഹാസ്, അതായത് ഇതിഹാസം ഉടലെടുത്തത്. സഭ്യ കഹാ ജാനെ ലഗ, അതായത് സഭ്യ എന്ന് പറഞ്ഞാൽ നല്ല കൾച്ചറുള്ള ആൾക്കാർ എന്ന രീതിയിലും, പിന്നെ ഇതിഹാസവും അതിൽ നിന്ന് ഇതിഹാസം എഴുതാൻ തുടങ്ങി അവിടെ നിന്ന്. കാരണം ആദ്യം ചിത്രസങ്കേതായിരുന്നു, പിന്നെ ഭാവ് സങ്കേത്, പിന്നെ അതിന് ശേഷം അക്ഷരങ്ങൾ ഉടലെടുത്തു, പിന്നെ അതിന് ശേഷമാണ് ഇതിഹാസം എഴുതി തുടങ്ങുന്നത്. കാരണം അക്ഷരങ്ങളുടെ അറിവ് അവർക്ക് ലഭിച്ചു, അതിന് ശേഷമാണ് എഴുത്ത്, അതായത് എഴുതാൻ തുടങ്ങിയത്, ഇതിഹാസം. किसी भी कौम या देश का इतिहास तब से शुरू होता है जब से आदमी के लिखे हुए लेख मिलने लग जाते हैं. ഞങ്ങൾക്ക് പണ്ട് കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ, അതായത് ഹിസ്റ്ററി ഞങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക, ഈ എഴുതി വെച്ചതൊക്കെ അല്ലേ, പഴയ കാര്യങ്ങൾ എഴുതി വെച്ചത്, അതൊക്കെ ഇങ്ങനെ ഓലയിലും ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചത് ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് അതിനെപ്പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ആ പണ്ട് കാലത്ത് നടന്നിരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഏത് ദേശമായാലും രാജ്യമായാലും
इतिहास तब से शुरू होता है जब से आदमी के लिखे हुए लेख मिलने लगते हैं. എഴുതിയ ആ കുറിപ്പ് കിട്ടുമ്പോഴാണ് ആ ഇതിഹാസം അവിടെ ആരംഭിക്കുന്നത്. इस प्रकार इतिहास को शुरू हुए मुश्किल से 6000 साल हुए. അങ്ങനെ 6000 വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്ന് പറയാം, കാരണം അക്ഷരങ്ങൾ ആ സമയത്താണ് ഉണ്ടായത്. उसके पहले के काल को प्रागैतिहासिक काल कहते हैं. അപ്പോൾ അതിന് മുമ്പുള്ള ഇതിഹാസത്തെയാണ് പ്രാഗൈതിഹാസിക്. പ്രാഗൈത്തി എന്ന് പറഞ്ഞാൽ പണ്ട്, പ്രഗായിത്ത് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തുള്ളത് ഇതിഹാസം അല്ലേ, കാൽ. यानी इतिहास के पहले का काल कहते हैं, ഇതിഹാസത്തിന് മുമ്പുള്ള കാലം. अतः हम देखते हैं कि यदि आदमी अक्षरों की खोज नहीं करता तो आज हम इतिहास को न जान पाते. അപ്പോൾ അക്ഷരങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ അറിവ് ഇതിഹാസത്തെ പറ്റി കിട്ടത്തില്ലായിരുന്നു അല്ലേ, അത്രയും അറിവ് ഞങ്ങൾക്ക് കിട്ടത്തില്ലായിരുന്നു. हम यह न जान पाते कि पिछले कुछ हजार सालों में आदमी किस प्रकार रहता था, क्या क्या सोचता था, कौन कौन राजा हुए इत्यादि. അപ്പോൾ എന്തായാലും ഇതിഹാസത്തിന് മുമ്പുള്ള കാലം, അതായത് പ്രഗൈതിഹാസിക് കാല്, അവിടം വരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയില്ലെങ്കിലും പക്ഷേ ഇതിഹാസം രചിച്ചതിന് ശേഷം, അതായത് അക്ഷരങ്ങളുടെ ഉത്ഭവം കഴിഞ്ഞതിന് ശേഷം ഇതിഹാസം എഴുതി തുടങ്ങി. അക്ഷരങ്ങളുടെ ഉത്ഭവത്തിന് ശേഷം ഇതിഹാസം ഞങ്ങൾക്ക് കിട്ടിത്തുടങ്ങി. അതായത് ഹിസ്റ്ററി ഞങ്ങൾക്ക് അറിയാൻ അറിവ് കിട്ടി, ഹിസ്റ്ററിയെ പറ്റി ഞങ്ങൾക്ക് അറിവ് കിട്ടി അല്ലേ. ഹം ന ജാൻ പാത്തെ, ഇതില്ലെങ്കിൽ ഇതിഹാസ അക്ഷരങ്ങൾ ഉത്ഭവിച്ചില്ല, പിന്നെ ഇതിഹാസം ഉണ്ടാകത്തില്ല. അതില്ലായിരുന്നെങ്കിൽ പിछले कुछ हजार सालों में आदमी किस प्रकार रहता था, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരെങ്ങനെയാണ് ജീവിച്ചിരുന്നത് അല്ലെ, എങ്ങനെയാണ് അവരുടെ ജീവിത രീതികൾ, പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു, ക്യാ ക്യാ സോച്ച്താത്ത, അവരുടെ ചിന്താഗതി എന്തായിരുന്നു, അത് ചിന്തിക്കുന്ന രീതികൾ എന്തായിരുന്നു, കോൺ കോൺ രാജാ ഹുവേ, ആരൊക്കെ രാജാക്കന്മാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, അതൊന്നും ഞങ്ങൾക്ക് അതിൻ്റെ അറിവ് കിട്ടത്തില്ലായിരുന്നു അല്ലേ, ഹിസ്റ്ററി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിഹാസം ഇല്ലെങ്കിൽ. അപ്പോൾ അക്ഷരോ കി ഖോജ് മനുഷ്യ കി സബ്സെ ബഡി ഖോജ്. അതുകൊണ്ടാണ് പറയുന്നത് അക്ഷരങ്ങളുടെ മഹത്വം അല്ലേ, അക്ഷരങ്ങളുടെ ഇമ്പോർട്ടൻസ് ആണ് ഇത് പറയുന്നത്. അക്ഷരോ കി ഖോജ്, അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തം. മനുഷ്യക്ക് സബ്സെ ബഡി ഖോജ്, ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണത്. അക്ഷരോ കി ഖോജ് കർനെ കെ ബാദ് ഹി മനുഷ്യ അപ്നെ വിചാരോ കോ ലിഖ് കർ രഖ്നെ ലഗ. അതിന് ശേഷം, അക്ഷരങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം ആണ് മനുഷ്യർക്ക് തങ്ങളുടെ വിചാരം, അതായത് തങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, അതായത് അവരവരുടെ ചിന്തകൾ അല്ലേ, വിചാരവും കോ ലിഖ് കർ രഖ്നെ ലഗ, അതൊക്കെ അവരുടെ ചിന്തകളൊക്കെ അവർ എഴുതി വെക്കാൻ തുടങ്ങി. इस प्रकार एक पीढ़ी के ज्ञान का इस्तेमाल दूसरी पीढ़ी करने लगी. അപ്പോൾ ഒരു ജനറേഷൻ്റെ അറിവ് അല്ലേ മറ്റേ ജനറേഷന് ഉപകാരപ്രദമായി. ഇസ്തമാൽ करने लगी, അതായത് ഉപയോഗിക്കാൻ ഉപകാരപ്രദമായി. अक्षरों की खोज करने के बाद पिछले 6000 सालों में मानव जाति का तेज़ी से विकास हुआ. അതിനുശേഷം 6000 വർഷങ്ങൾ, അതായത് അക്ഷരോं की खोज करने के बाद, അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തത്തിന് ശേഷം പിछले 6000 സാലോം, ഈ 6000 വർഷമായല്ലേ അക്ഷരങ്ങൾ കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ ഈ 6000 വർഷങ്ങളുടെ ഇടയിൽ മാനവജാതിക്ക തേസി വികാസം, അതിൻ്റെ ഇടയ്ക്കാണ് മനുഷ്യജാതിക്ക് കൂടുതൽ വികസനം നടന്നത് അല്ലേ. യഹ് മഹത്വ ഹൈ അക്ഷരോं का और उनसे बनी हुई लिपियों का. ലിപി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദേവനാഗരി ലിപി, അങ്ങനെ ബ്രഹ്മി ലിപി, അങ്ങനെയുണ്ടല്ലോ ആ ലിപികളുടെ ഉത്ഭവം. യഹ് മഹത്വ ഹൈ അക്ഷരോं का और उनसे बनी हुई लिपियों का. അക്ഷരങ്ങൾ വന്നതിന് ശേഷമാണ് ലിപികൾ അല്ലേ അത് ഉണ്ടായി തുടങ്ങിയത്. അത്തഹ ഹം സബ്കോ അക്ഷരോं की कहानी मालूम होनी चाहिए. അതുകൊണ്ടാണ് പറയുന്നത് അക്ഷരങ്ങളുടെ കഥ ഞങ്ങൾ അറിഞ്ഞിരിക്കണം, അക്ഷരങ്ങളുടെ ഉത്ഭവം ഞങ്ങൾ അറിഞ്ഞിരിക്കണം. आज जिन अक्षरों को हम पढ़ते या लिखते हैं वे कब बनाए गए, कहाँ बनाए गए और किसने बनाए, यह जानना ज़रूरी है भी. അതായത് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ എന്തെങ്കിലും പഠിക്കുകയാണ്, എഴുതുകയാണ് അല്ലേ, അപ്പോൾ ഈ അക്ഷരങ്ങൾ എവിടെ നിന്ന് വന്നു അല്ലേ, എങ്ങനെ ഉണ്ടായി, കബ് ബനായി, എപ്പോൾ ഉണ്ടായി, ആര് എവിടെ ഉണ്ടായി, പിന്നെ ആര് ഉണ്ടാക്കി, അതായത് ആര് കണ്ടുപിടിച്ചു, ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ അതാണ് അക്ഷരങ്ങളുടെ മഹത്വം എന്ന് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ നിബന്ധം എഴുതിയിരിക്കുന്നത് ഗുണാകർ മൂലയാണ്. അദ്ദേഹം അക്ഷരങ്ങളുടെ മഹത്വത്തെപ്പറ്റി, അക്ഷരങ്ങളുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് ഈ നിബന്ധത്തിൽ എഴുതിയിരിക്കുന്നത്. ഞങ്ങളുടെ ആശയവിനിമയത്തിനൊക്കെ ഞങ്ങൾക്ക് അക്ഷരങ്ങൾ അത്യാവശ്യമാണ് അല്ലേ. അക്ഷരങ്ങളില്ലാത്ത ഒരു ലോകത്തെപ്പറ്റി ഞങ്ങൾക്ക് ഇപ്പോൾ ആലോചിക്കാൻ പോലും, അതായത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല. ആ രീതിയിലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അക്ഷരങ്ങളുടെ
ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലേ. പുസ്തകങ്ങൾ അക്ഷരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും പിന്നെ എന്നും, അതായത് എന്നും ഞങ്ങൾക്ക് കിട്ടുന്ന ന്യൂസ് പേപ്പറിലല്ലേ മുഴുവനും അക്ഷരങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അതെല്ലാം ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ഒരു ദിവസം അച്ചടിക്കപ്പെടുന്നതെന്നും പിന്നെ ന്യൂസ് പേപ്പേഴ്സ്, സമാചാർ പത്ര അതൊക്കെ എന്നും അച്ചടിക്കപ്പെടുന്നുണ്ട് എന്നുമാണ് ആദ്യ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. പിന്നെ ധർത്തി ലഗ്ഭഗ് 5 അറബ് സാൽ പുരാനി ഹൈ, അതായത് 500 കോടി വർഷം പഴക്കമുണ്ട് ഭൂമിക്ക് അല്ലേ. അതുമാത്രമല്ല കറോടും, അതായത് കറോടും സാൽ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഈ ജാൻവറും ഒരു വനസ്പതിയാം, അതായത് ആനിമൽസും പിന്നെ വൃക്ഷലതാദികളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതായത് ഭൂമിയിൽ കൂടുതലും ആനിമൽസും പിന്നെ വൃക്ഷലതാദികളും ആയിരുന്നു. മനുഷ്യരുടെ ഉത്ഭവം ഉണ്ടായിട്ടില്ല. 5 लाख साल पहले ആദ്മിനെ ധർത്തി പർ ജനം ലിയ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതായത് 5 ലക്ഷം വർഷം മുമ്പ്, അത്രയും മുമ്പാണ് മനുഷ്യർ ഈ ഭൂമിയിൽ ഉടലെടുത്തത്. പിന്നെ പതുക്കെ മനുഷ്യരുടെ വികസനം നടന്നു അല്ലേ. അതായത് മനുഷ്യരൊരു ചെറിയ ഗ്രാമത്തിൽ നിന്നു തുടങ്ങിയ ഗ്രാമം ചെറിയ ഗ്രാമം അവർ ഉണ്ടാക്കി, ഗ്രാമങ്ങളിൽ നിന്നു തുടങ്ങി. പിന്നെ അവർ കല്ലുകൾ കൊണ്ടും പിന്നെ മെറ്റൽസ് അല്ലേ, കാസ്, താമ്പ, അതിൻ്റെയൊക്കെ കാസ് എന്ന് പറഞ്ഞാൽ പിത്തള അല്ലേ, മറ്റേ വെങ്കലവും പിന്നെ ചെമ്പും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ മനുഷ്യർ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. അങ്ങനെ വേട്ടയാടാൻ തുടങ്ങി ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട്. അങ്ങനെ ആ സമയത്തെ പറയുന്നത് പ്രഗൈതിഹാസിക, അതായത് ഇതിഹാസത്തിന് മുമ്പുള്ള കാലമാണിത്. ആ സമയത്ത് അക്ഷരങ്ങളുടെ ഉത്ഭവം നടന്നിട്ടില്ല. അപ്പോൾ ഒരു 6 ലക്ഷം വർഷം മുമ്പ്, അതായത് 6000 സാൽ പെഹലെ എന്നാണ് അക്ഷരങ്ങളുടെ ഉത്ഭവം എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമായിരിക്കും ഇതിഹാസം രചിക്കപ്പെടുന്നത് അല്ലേ. മനുഷ്യ അപ്നെ വിചാറും ഓർ ഹിസാബ് കിതാബ് കെ को लिखने लगा और वह सभ्य कहलाने का. അതിന് ശേഷമാണ് മനുഷ്യർ എഴുതാനും അവരവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, അതായത് വിചാരങ്ങളും ചിന്തകളും എഴുതാനും പിന്നെ അവരുടെ ജീവിത രീതികളും ഒക്കെ അവർ അക്ഷരങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് എഴുതി തുടങ്ങിയത്. പിന്നെ ഹിസാബ് കിതാബ്, കണക്കൊക്കെ നോക്കാൻ അവർ പഠിച്ചു. അങ്ങനെയാണ് സഭ്യ, അതായത് കൾച്ചറുള്ള ജീവിതം നയിക്കാൻ അവർ തുടങ്ങിയത്. जब से मनुष्य ने लिखना शुरू किया तब इतिहास आरंभ हुआ. എപ്പോഴാണോ എഴുതി തുടങ്ങിയത്, അക്ഷരങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി, അക്ഷരങ്ങളിൽ നിന്നും പിന്നെ എന്താ സംഭവിക്കുക, അക്ഷരങ്ങളിൽ നിന്നും പിന്നെ വാക്യങ്ങളൊക്കെ ഉത്ഭവിച്ച് ആണ് അത് പുസ്തകങ്ങളിലോട്ട്, അതായത് ഇതിഹാസം രചിക്കപ്പെടുന്നത് അല്ലേ. അങ്ങനെ ഇതിഹാസത്തിൻ്റെ ഉത്ഭവത്തെ പറ്റിയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ അഗർ ആദ്മി അക്ഷരോं की खोज नहीं कर पाता तो हम इतिहास को नहीं जान पाते. അങ്ങനെ അക്ഷരങ്ങൾ ഉത്ഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിഹാസത്തെ പറ്റി, അതായത് പണ്ട് കാലത്ത് എങ്ങനെയാണ് മനുഷ്യർ ജീവിച്ചിരുന്നത്, അവരുടെ ജീവിത രീതികളും അവിടെ ആ കാലത്ത് ജീവിച്ചിരുന്ന രാജാക്കന്മാരെ പറ്റി ഒന്നും ഞങ്ങൾക്ക് അറിയാൻ സാധിക്കത്തില്ലായിരുന്നു. അപ്പോൾ അതാണ് ഇതിൽ അദ്ദേഹം ഈ നിബന്ധത്തിൽ അക്ഷരങ്ങളുടെ മഹത്വത്തെപ്പറ്റി, അക്ഷരങ്ങളുടെ ഇമ്പോർട്ടൻസിനെ പറ്റി ഇതിൽ എഴുതാൻ കാരണം. അക്ഷർ കി ഖോജ് മനുഷ്യക്ക് സബ്സെ ബഡി ഖോജ്, ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തമാണ് അക്ഷരങ്ങളുടെ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അക്ഷർ കി ഖോജ് കെ ബാദ് മാനവ് ജാതിക്ക് വികാസ് മേ തേസി ഹുയി. അങ്ങനെ അക്ഷരങ്ങൾ ഉത്ഭവിച്ചതിന് ശേഷമാണ് മനുഷ്യർക്ക് വികസനം സംഭവിക്കുന്നത്. അതായത് മനുഷ്യർ സഭ്യ എന്നറിയപ്പെടുകയും ചെയ്തു. മനുഷ്യരുടെ ജീവിത രീതി തന്നെ കുറേ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഈ പിക്ചറിൽ കാണുന്നത് മധ്യ അമേരിക്കയ്ക്ക് ഓഞ്ചിബ്വ ആദിവാസിയോं का ചിത്ര. താദാദ് എന്ന് പറഞ്ഞാൽ സംഖ്യ, അതായത് നമ്പേഴ്സ് പറയുന്നതാണ്. മൂൽ എന്ന് പറഞ്ഞാൽ ജഡ് എന്ന് പറഞ്ഞാൽ വേര്, അതായത് അതിൻ്റെ തുടക്കം എന്ന ഉദ്ദേശത്തിലാണ് മൂൽ എന്ന് പറയുന്നത്. പിന്നെ അനാദി എന്ന് പറഞ്ഞാൽ ജിസ്ക ആരംഭ് ന ഹോ, തുടക്കം ഇല്ലാത്തത്, അതായത് തുടക്കവും അന്തവും ഇല്ലാത്തത്. അനാദി വളരെ പഴക്കമുള്ളത്, വളരെ പണ്ട് എന്ന ഉദ്ദേശത്തിലാണ് അനാദി. വനസ്പതിയാം എന്ന് പറഞ്ഞാൽ പേട് പൗധ, അതായത് വൃക്ഷലതാദികൾ. പ്രാഗൈതിഹാസിക് എന്ന് പറഞ്ഞാൽ ഇതിഹാസ പഹലേക്ക കാലം, അതായത് ഇതിഹാസം രചിക്കുന്നതിന് മുമ്പുള്ള കാലം. കാംസ എന്ന് പറഞ്ഞാൽ മെറ്റൽ അല്ലേ. പീത്തൽ ഓർ താമ്പേക്ക് മിശ്രൺ സെ ബനി ധാതു മെറ്റൽ. പീത്തൽ എന്ന് പറഞ്ഞാൽ പിച്ചള, താമ്പേ എന്ന് പറഞ്ഞാൽ ചെമ്പ്, അതിൻ്റെ മിശ്രിതം ധാതു, അതിനാണ് കാംസ എന്ന് പറയുന്നത്. അസ്തിത്വം എന്ന് പറഞ്ഞാൽ വിദ്യമാനത, അതിൻ്റെ എക്സിസ്റ്റൻസ്. അസ്തിത്വം എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ്.
ദ്യോതക് എന്ന് പറഞ്ഞാൽ പ്രകട് കർനെ വാല, അതായത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ദ്യോതക്. ഭാവ് എന്ന് പറഞ്ഞാൽ സങ്കേത് അല്ലെങ്കിൽ സിഗ്നൽ. ഭാവ് കോ പ്രകട് കർനെ വാല, പ്രകട് കർനെ കാ സങ്കേത് അല്ലെ, ഭാവത്തെ പ്രകടിപ്പിക്കുന്നതാണ് ഭാവ് സങ്കേത്. കോം എന്ന് പറഞ്ഞാൽ ജാതി. पीढ़ी എന്ന് പറഞ്ഞാൽ ജനറേഷൻ, കിസി ജാതി കുൽ യാ വ്യക്തി की വംശ परंपरा की कोई कड़ी, ഏതെങ്കിലും ഒരു ജനറേഷനെയാണ് പീഡി എന്ന് പറയുന്നത്. സഭ്യ എന്ന് പറഞ്ഞാൽ ശിഷ്ട, അതായത് നല്ല കൾച്ചറുള്ള നല്ല അറിവുള്ള ഇതിനെയാണ് സഭ്യ എന്ന് പറയുന്നത്, ശിഷ്ട. पाठ में ऐसा क्यों कहा गया है कि अक्षरों के साथ एक नए युग की शुरुआत हुई? ഒരു പുതിയ യുഗമാണ് അക്ഷരങ്ങളുടെ ഉത്ഭവത്തോടെ ആരംഭിച്ചത് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അക്ഷരോं के साथ एक नए युग की शुरुआत हुई क्योंकि इसके पहले मानव सभ्यता लिखित इतिहास नहीं मिलता है. ഇതിനു മുമ്പ്, അതായത് അക്ഷരങ്ങൾ ഉത്ഭവിക്കുന്നതിന് മുമ്പ് മനുഷ്യർ എഴുതാൻ അറിയത്തില്ലായിരുന്നു അല്ലേ. അപ്പോൾ മാനവ് സഭ്യത ലിഖിത് ഇതിഹാസ് നഹി മിൽത്ത, അപ്പോൾ മനുഷ്യർക്ക് അവരുടെ വിചാരങ്ങൾ, അതായത് അവരുടെ ആ സമയത്ത് നടക്കുന്ന ആ സംഭവങ്ങളെപ്പറ്റി ഒന്നും എഴുതാൻ അവർക്ക് സാധിക്കത്തില്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് മനുഷ്യർ എഴുതാനും വായിക്കാനും പഠിച്ചതിന് ശേഷം, അതായത് അക്ഷരങ്ങൾ ഉത്ഭവിച്ച് എഴുതാനും വായിക്കാനും പഠിച്ചിട്ട് അതിന് ശേഷമാണ് ഇതിഹാസം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ अक्षरों के खोज के बाद ही एक पीढ़ी के ज्ञान का इस्तेमाल दूसरी पीढ़ी कर पाई. അങ്ങനെ ഒരു ജനറേഷൻ്റെ അറിവ് മറ്റേ ജനറേഷന് അത് ഉപകാരപ്രദമായി ഈ ഇതിഹാസങ്ങൾ എഴുതുന്നത് കൊണ്ട്. ജിസെ മനുഷ്യ പ്രകൃതി കെ പഥ് പർ ബഡ് സക്ക, അങ്ങനെയാണ് മനുഷ്യർ വികസനത്തിൻ്റെ വഴിയിലോട്ട് നീങ്ങി തുടങ്ങിയത്. पुराने ज़माने में लोग यह क्यों सोचते थे कि अक्षर और भाषा की खोज ईश्वर ने की थी? അനുമാൻ ലഗാവോ ഓർ ബത്താവോ. പണ്ട് കാലത്ത് എന്തുകൊണ്ടാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് അക്ഷർ ഓർ ഭാഷ കി ഖോജ് ഈശ്വരനെ കീത്തി, അക്ഷരങ്ങളും ഭാഷയും എല്ലാം ഈശ്വരനാണ് ഉണ്ടാക്കിയത്. അനുമാൻ ലഗാവോ ഓർ ബത്താവോ, നിങ്ങൾ ഇമാജിൻ ചെയ്ത് പറയുക. पुराने ज़माने में लोग यह इसलिए सोचते थे कि अक्षर और भाषा की खोज ईश्वर ने की क्योंकि उन्हें इनके इतिहास के बारे में जानकारी नहीं थी. അതായത് എങ്ങനെയാണ് അക്ഷരങ്ങൾ ഭാഷ ഉത്ഭവിച്ചത് എന്നതിൻ്റെ ഇതിഹാസം അവർക്ക് അതിൻ്റെ അറിവ് ഇല്ലായിരുന്നു. യക്കബ് ഓർ കേസെ ശുരു ഹുവ, അതൊന്നും അവർക്കറിയില്ല. അക്ഷരങ്ങൾ ആരാണ് ഉണ്ടാക്കിയത്, എങ്ങനെ ഉണ്ടായി, എങ്ങനെ ഉത്ഭവിച്ചു ആ അക്ഷരങ്ങൾ, ഭാഷ എങ്ങനെ ഉണ്ടായി എന്ന കാര്യം, അതിൻ്റെ ആ ഇതിഹാസം, അതിൻ്റെ ആ ഹിസ്റ്ററി അവർക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ പറയാറുണ്ടായിരുന്നത് അക്ഷരങ്ങളും ഭാഷയും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. अक्षरों के ज्ञान से पूर्व मनुष्य अपनी बात को दूर दराज के इलाकों तक पहुंचाने के लिए किन किन माध्यमों का सहारा लेता था? അക്ഷരങ്ങളുടെ അറിവിന് മുമ്പ് അക്ഷരങ്ങളെ പറ്റിയുള്ള അറിവ് ഒരു കാലത്ത് മനുഷ്യർക്കില്ലായിരുന്നു. ആ സമയത്ത് അവർ വളരെയധികം ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ തങ്ങളുടെ സന്ദേശം അയക്കാനും പിന്നെ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയിക്കാനൊക്കെ അവരെന്ത് മാധ്യമങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്? अक्षरों के ज्ञान से पूर्व मनुष्य अपनी बात को दूर दराज के इलाकों तक पहुंचाने के लिए पशुओं, पक्षियों, आदमियों के आदि के ചിത്ര ബനാക്കർ ഭാവ് സംഗീത് കാ സഹാര ലേത്താ താ. അപ്പോൾ അക്ഷരങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, അതായത് അക്ഷരങ്ങളുടെ അറിവ് അവർക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് അവർ ദൂർ ദറാസ്, അതായത് വളരെയധികം ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ മെസ്സേജസ് കിട്ടാനായിട്ട് അവർ ചിത്രങ്ങൾ വരച്ചിട്ടൊക്കെയാണ് എത്തിച്ചുകൊണ്ടിരുന്നത്. അതായത് ചിത്രങ്ങൾ വരയ്ക്കും, എന്നിട്ട് അതിലൂടെയാണ് അവരുടെ ഭാവങ്ങളുടെ സങ്കേത്, അതായത് അതിലൂടെയാണ് അവരവരുടെ സിഗ്നൽസ് അല്ലേ, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നത്. भाषा का विकास पहले हुआ अक्षर और लिपि का बाद में. बोली गई भाषा को अक्षरों की मदद से लिखा जा सकता है. कई लोग ऐसे भी होते हैं जो अक्षर नहीं पहचानते पर भाषा अच्छी तरह जानते हैं. ऊपर दी गई पंक्तियों को ध्यान में रखते हुए भाषा और अक्षर के संबंधों के बारे में एक अनुच्छेद लिखो. ആദ്യം ഭാഷയാണ് വികസിച്ചത്, പിന്നെയാണ് അക്ഷരങ്ങൾ, പിന്നെ അക്ഷരങ്ങൾക്ക് ശേഷമാണ് ലിപി ഉണ്ടായത്, അതായത് ദേവനാഗരി ലിപി, ബ്രഹ്മി ലിപി, അങ്ങനെ. അപ്പോൾ അത് കൈ ലോഗ് ऐसे भी होते हैं, കുറേ ആൾക്കാർക്ക് സംസാരിക്കാൻ സാധിക്കും, പക്ഷെ അവർക്ക് എഴുതാനുള്ള അറിവുണ്ടാവുക, എഴുതിയുള്ള അക്ഷരങ്ങളുടെ അറിവ് അവർക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ മുകളിൽ കൊടുത്തിരിക്കുന്നതിനനുസരിച്ചിട്ട് ഒരു
ഭാഷയും അക്ഷരവും തമ്മിലുള്ള സംബന്ധത്തെ പറ്റിയാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഭാഷ കാ ആരംഭ മാനവ് की उत्पत्ति के साथ हुआ. മനുഷ്യർ ഉത്ഭവിച്ചതിന് കൂടെ തന്നെ ഭാഷയും ഉത്ഭവിച്ചു. शुरुआत में मानव ने सबसे पहले चित्रों के ज़रिए अपने भावों को व्यक्त किया. ആദ്യം ചിത്രങ്ങളാണ് തങ്ങളുടെ ഭാവങ്ങളെ വ്യക്തമാക്കാൻ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത്. अपनी बातों को समझने के लिए चित्र संकेतों के बाद मानव ने भाव संकेतों का सहारा लिया. ആദ്യം ചിത്ര സങ്കേതമായിരുന്നു, പിന്നെ ഭാവ് സങ്കേത് അവർ ഉപയോഗിക്കാൻ തുടങ്ങി. धीरे धीरे विकास की गति बढ़ने के साथ ध्वनि का विकास हुआ. അങ്ങനെ പതുക്കെ പതുക്കെ ധ്വനി സൗണ്ട് അല്ലേ, അങ്ങനെ സൗണ്ടിൻ്റെ ഉത്ഭവമായി. मानव अपने विचारों को ध्वनि के द्वारा एक दूसरे तक पहुंचा सकता था. അങ്ങനെ സൗണ്ട് അല്ലേ, സൗണ്ട് വന്നു തുടങ്ങി. അങ്ങനെ സൗണ്ട് ഉപയോഗിച്ച് അവർ ആശയവിനിമയം നടത്താൻ പഠിച്ചു. അങ്ങനെ इस तरह भाषा का विकास होता गया और अक्षरों के प्रचलन से मानव विकास को अभूतपूर्व गति, അതായത് अभूतपूर्वक गति दी थी और भाषा को शिखर तक पहुंचा दिया. അങ്ങനെ അക്ഷരങ്ങളുടെ ഉത്ഭവത്തിന് ശേഷം ഇനിയും കൂടുതൽ ഭാഷ ഇനിയും विकसित വന്നു. कई लोग भाषा को अच्छी तरह बोल पाते हैं परंतु इन्हें अक्षर के मतलब ढाल नहीं पाते हैं. അക്ഷരങ്ങളെ പറ്റി അവർക്ക് അറിവുണ്ടാവില്ല, പക്ഷെ ഭാഷ അവർ സംസാരിക്കും. ये लोग अपने विचारों को सहेज कर रख नहीं पाते और दूसरे के विचारों को पढ़ नहीं पाते, जिस कारण ये एक सीमित जीवन जीते हैं. അക്ഷരവും द्वारा ലേഖൻ कार्य ഭാഷ का अटूट अंग है. അങ്ങനെ അവർക്ക് സംസാരിക്കാൻ സാധിക്കും, പക്ഷേ ബാക്കി കാര്യങ്ങൾ, അതായത് अपने विचारों को सहेज कर रख नहीं पाते और दूसरे के विचारों को ശരിക്കും ഉള്ള ആശയവിനിമയം നടക്കുന്നില്ല അക്ഷരങ്ങളില്ലെങ്കിൽ അല്ലേ. അപ്പോൾ അക്ഷരവും ദ്വാര ലേഖൻ കാര്യ ഭാഷ കാ അട്ടൂട്ട് അംഗ. അപ്പോൾ എഴുതൽ അല്ലേ, എഴുതാനുള്ള കഴിവ്, അക്ഷരങ്ങളെ എങ്ങനെ എഴുതണം എന്നത് ആ അറിവ് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. अक्षरों द्वारा लेखन कार्य भाषा का अटूट अंग है और आज के दुनिया में अक्षरों के बिना भाषा की कल्पना नहीं की जा सकती. कल्पना भी नहीं की जा सकती. അക്ഷരങ്ങളില്ലാതെയുള്ള ഭാഷയെപ്പറ്റി ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല. ഭാഷ की बात. अनादिकाल में रेखांकित शब्द का अर्थ है जिसकी कोई शुरुआत न हो. नीचे दिए गए शब्द भी मूल शब्द के शुरू में कुछ जोड़ने से बने और इसे उपसर्ग कहते हैं. इन उपसर्गों को अलग करके लिखो और मूल शब्दों को लिखकर उनका अर्थ समझाओ. അനാദികാലിൽ ഉപസർഗ് ചേർത്തിട്ടുണ്ട്, അതായത് ആ എന്ന ഉപയോഗം അവിടെ ഉണ്ട് അല്ലേ, ഉപസർഗ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൂൽ ശബ്ദോं को लिखकर, അതിൻ്റെ കൂടെ ഉപസർഗും മൂൽ ശബ്ദ എഴുതിയിട്ട് മൂൽ ശബ്ദവും को लिखकर उनका अर्थ समझाओ. അപ്പോൾ അതിൽ തന്നിരിക്കുന്നത് അസഫൽ, അദൃശ്യ, അനുചിത്, അനാവശ്യക്, അപരിചിത്, അനിച്ഛ, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഉപസർഗ് പ്ലസ് മൂൽ ശബ്ദ്. അപ്പോൾ ആ പ്ലസ് സഫൽ, അസഫൽ അല്ലേ, ആ എന്ന ഉപസർഗ് ചേർത്തിട്ടുണ്ട്. ആ പ്ലസ് ദൃശ്യ, അദൃശ്യ. പിന്നെ അനു പ്ലസ് ഉചിത്, അനുചിത്. അൻ പ്ലസ് ആവശ്യക്, അനാവശ്യക്. ആ പ്ലസ് പരിചിത്, अपरिचित. अन प्लस इच्छा, अनिच्छा. हाँ, उपसर्ग के जुड़ने से अर्थ में अंतर आ रहे हैं. उनके अर्थ मूल शब्द से विपरीत हो रहे हैं. അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അല്ലേ. ഇച്ഛയുടെ ഓപ്പോസിറ്റാണ് അനിച്ഛ, പരിചിത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അപരിചിത്, ആവശ്യകത്തിൻ്റെ വിലോം ശബ്ദമായിട്ടാണ് വരുന്നത് അനാവശ്യക്, ഉചിത്തിൻ്റെ അനുചിത്, ദൃശ്യത്തിൻ്റെ അദൃശ്യ, सफल असफल. यहाँ रेखांकित हिस्से परिमाणवाचक विशेषण है क्योंकि इनका संबंध मापतोल से है. മാപ്തോൽ എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ് നോക്കുന്നത്, പരിമാൺ അല്ലേ, പരിമാണവാചक വിശേഷണാണ് കൊടുത്തിരിക്കുന്നത്. अब नीचे लिखे हुए को पढ़ो और खाली स्थानों में बॉक्स में दिए गए मापतोल के उचित शब्द അളന്ന് നോക്കാനുള്ള വേർഡ്സാണ് കൊടുത്തിരിക്കുന്നത്. പ്യാല, एक प्याला, कटोरी, അല്ലെങ്കിൽ एकड़ मीटर, एकड़, പിന്നെ ഏക്കഡ് എന്ന് പറയാം, പിന്നെ മീറ്റർ, ലിറ്റർ, കിലോ, ട്രക്ക് ഓർ ചമ്മച്ച്, അങ്ങനെ അതിൻ്റെ ഫില്ല് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ
പരിമാൺവാചക് വിശേഷൻ കൊടുത്തിരിക്കുന്നത് 3 കട്ടോരി ഖീർ, അതായത് കട്ടോരി കിണ്ണം അല്ലേ, അതിലുള്ള ഖീർ കിണ്ണത്തിലാണ്, അതായത് കട്ടോരിയാണ് മെഷർമെൻറ്റിനായിട്ട് എടുത്തിരിക്കുന്നത്. 3 കട്ടോരി ഖീർ, അതിന് കട്ടോരിയാണ് പരിമാൺവാചക് വിശേഷൻ. 2 एकड़ ജമീൻ സ്ഥലം. 6 മീറ്റർ കപ്പട, മീറ്റർ അതായത് തുണി ആയതുകൊണ്ട് മീറ്ററിലാണ്, അപ്പോൾ പരിമാൺവാചക് വിശേഷൻ ഇവിടെ മീറ്ററാണ്. एक ट्रक रेत എന്ന് പറഞ്ഞാൽ മണൽ, അപ്പോൾ एक ट्रक रेत. 2 പ്യാല കോഫി അല്ലേ, 2 കപ്പ് കോഫി, അപ്പോൾ പ്യാല എന്നതാണ് പരിമാൺവാചക് വിശേഷൻ. 5 കിലോ ബാജ്ര, ധാന്യം കിലോയിൽ അല്ലേ അളക്കുന്നത്, അപ്പോൾ പരിമാൺവാചക് ഇവിടെ വിശേഷൻ കിലോ ആണ്. 5 കിലോ ബാജ്ര. പിന്നെ 1 ലിറ്റർ ദൂത്, അത് ലിക്വിഡാണ്, ലിറ്ററിലാണ് അല്ലേ. 1 ലിറ്റർ ദൂത്, അപ്പോൾ ലിറ്റർ പരിമാൺവാചക്, അളവ് നോക്കുന്ന പരിമാൺവാചക്. 3 ചമ്മച്ച് തേൽ, 3 സ്പൂണ് എണ്ണ, അപ്പോൾ ചമ്മച്ച് എന്നതാണ് അവിടെ പരിമാൺവാചക് വിശേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്